കരങ്ങൾ കൂപ്പി യൽത്താരയിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. മുട്ടുകുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേലായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചൊക്കെ അഗാധമായ ബോധ്യം മനസ്സിലുണ്ടാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ ശക്തമായ ജീവിക്കുന്ന സാന്നിധ്യം ഈ അൽത്താരയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ജീവനുള്ള വിശ്വാസത്തോടും ജീവനുള്ള പ്രത്യാശയോടും കൂടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഈ നിമിഷം സ്വീകരിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി തിരുവോസ്തിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമി ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. കുമ്പിടാം, നമുക്കാരാധിക്കാം. കുമ്പിടാം, നമുക്കാരാധിക്കാം. കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ സ്വസ്ഥാനങ്ങളിലിരുന്നോ നിങ്ങളുടെ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സ്നേഹ വലയത്തിലാണ് നമ്മൾ. അത് ബോധപൂർവം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങളിൽ നാം കേൾക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും നാം അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ
നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കാൽവരി കുരിശിൽ 3 ആണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പൂർണ്ണമായി എനിക്കും നിനക്കും വേണ്ടി നൽകിയവനാണ്. അല്പം പോലും മാറ്റിവെക്കാതെ എല്ലാം പൂർണ്ണമായി നമുക്കായി നൽകിയ കർത്താവാണ് യൽത്താരി. ആ സ്നേഹമാണ് യൽത്താരി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നില്ലേ, സുപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? സ്വന്തം പുത്രനെ പൂർണ്ണമായി നൽകിയവനാണ് നമ്മുടെ പിതാവായ ദൈവം. ആ പുത്രൻ ഇതായി ദിവ്യകാരുണ്യത്തിൽ അതേ സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഈ സ്നേഹത്തിൽ ഒരുവൻ വസിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവത്തിൽ വസിക്കാൻ തുടങ്ങും, ദൈവം അവനിലും. കാൽവരി കുരിശിൽ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ബലിയിലൂടെ വെളിപ്പെടുത്തിയ ആ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് ഒരു ദൈവ പൈതൽ തന്നെ തന്നെ ചേർത്ത് വയ്ക്കുമ്പോൾ വചനം പറയുന്നതെന്നറിയോ, ദൈവം അവനിൽ വസിക്കുന്നു, അവൻ ദൈവത്തിൽ വസിക്കുന്നു. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന വചനമാണ് 17-ാമത്തെ തിരുവചനം. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഈ സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും നമുക്കെതിരെ നിന്ന ശത്രുതാ മനോഭാവത്തോടെ നിന്നവരെ പോലും നമ്മൾ ഈ സ്നേഹത്തിലാണ് എടുത്തത്. അതുകൊണ്ട് എന്താ, വിധി ദിനത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സ്നേഹത്തിന് പൂർണ്ണതയുള്ളത് കൊണ്ട് നമുക്ക് ആത്മധൈര്യമുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആത്മധൈര്യമുള്ളവരായിട്ടാണ്, വിധി ദിനത്തിൽ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ ആത്മധൈര്യമുള്ളവരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിന് ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കേണ്ടതുണ്ട് എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ തുറന്ന് യാതനാപൂർവ്വം പിടിക്കാം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, കർത്താവ് ഈ സ്നേഹം എന്നിൽ പൂർണ്ണത പ്രാപിക്കാൻ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മറ്റു പല സ്നേഹങ്ങളും ഇതിനകം നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടാകാം. മറ്റു പലരോടുമുള്ള അമിതമായ സ്നേഹം ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ പരിശുദ്ധമായ സ്നേഹത്തിന് ഇടം കൊടുക്കേണ്ടതുപോലെ, വില കൽപ്പിക്കേണ്ടതുപോലെ വില കൽപ്പിക്കാൻ ഒരുപക്ഷെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകാം. ഇതാ ആ സ്നേഹത്തിലേക്ക്, പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കേണ്ട നിമിഷങ്ങളാണത്. അതിനായി കർത്താവ് തന്നിരിക്കുന്ന നിമിഷങ്ങളാണത്. കർത്താവ് നമ്മെ സ്നേഹിച്ചു, ജീവന് തുല്യം സ്നേഹിച്ചു. തൻ്റെ ജീവനോളം നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഇതാ കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, തമ്പുരാനെ, എൻ്റെ ജീവിതം കൊണ്ടും ജീവനോളവും നിന്നെ തിരിച്ച് സ്നേഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. ഈ സ്നേഹത്തിന് ചേരാത്തതെല്ലാം വെറുത്തുപേക്ഷിക്കാനും ഈ സ്നേഹത്തിൽ നിന്നും പുറപ്പെടാത്തതൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കാനുമുള്ള ഒരു ആത്മധൈര്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ആ സ്നേഹം നമ്മെ വലയം ചെയ്യട്ടെ. ആ സ്നേഹം നമ്മളെ വാരി പുണരുന്ന നിമിഷങ്ങളാണ്. ഇതാ ദിവ്യകാരുണ്യത്തിൽ ഈശോ നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന നിമിഷം, തൻ്റെ സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഇന്നലകളിൽ സ്നേഹത്തിന്റെ മേഖലകളിൽ സ്നേഹം കിട്ടാതെ പോയത് കൊണ്ട്, സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ പോയത് കൊണ്ടൊക്കെ മുറിവേറ്റ മക്കൾ ഇതിനകത്തുണ്ടാകാം. സ്നേഹത്തിന്റെ മേഖലകളിൽ വഞ്ചിക്കപ്പെട്ടതിന്റെ വേദന പേറുന്നവരുണ്ടാകാം. കർത്താവേ, ഈ മക്കളെ സ്നേഹത്തിന്റെ മേഖലകളിൽ അനുഭവിക്കുന്ന സകല മുറിവുകളെയും നിന്റെ പരിശുദ്ധ സ്നേഹത്താൽ നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ സ്നേഹത്താൽ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഹല്ലേലൂയ. ഈശോയെ കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ സ്നേഹം, ആ സാന്നിധ്യം ഒക്കെ അനുഭവിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ നമ്മൾ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം എത്രയോ സുന്ദരമാണ്, എത്രയോ ആനന്ദകരമാണ്. എന്നതുപോലെ തന്നെ നമ്മെ ജീവന് തുല്യം സ്നേഹിച്ച, ജീവനേക്കാളും അപ്പുറം സ്നേഹിച്ച യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ളപ്പോൾ എത്രയധികമായി നാം ആനന്ദിക്കേണ്ടതുണ്ട്, എത്രയധികമായി നാം സന്തോഷിക്കേണ്ടതുണ്ട്, എത്രയധികമായി ആ സാന്നിധ്യത്തിൽ നാം സൗഖ്യമുള്ളവരായി മാറ്റപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സ്നേഹവലയം അനുഭവിച്ചുകൊണ്ട് യേശുവേ യേശുവേ എന്നും ഹൃദയം കൊണ്ട് തമ്പുരാന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. കർത്താവേ, മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മോളെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ, മോനെ നിന്റെ സങ്കടങ്ങൾ നിന്റെ കർത്താവിനോട് പങ്കുവയ്ക്കുമ്പോൾ, നിനക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ച ഒരു ദൈവം ഈ ലോകത്തുണ്ടോ? ഈശോ ഏറ്റെടുത്ത പാടുപീഡകളെല്ലാം, ശരീരത്തിൽ ഏറ്റെടുത്ത ക്ഷതങ്ങളെല്ലാം, മുറിപ്പാടുകളെല്ലാം എന്നെയും നിന്നെയും സുഖപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ലേ? ആ മുറിവിൽ നൊഴുകുന്ന രക്തമാണ് എനിക്ക് നിനക്ക് സൗഖ്യമായി തീർന്നത്. അവൻ ക്ഷതമേറ്റത് നമുക്ക് സൗഖ്യം തരാനാണെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞില്ലേ? പത്രോസിലേക്ക് കൂട്ടിച്ചേർക്കുന്നില്ലേ? അവന്റെ മുറിവിൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന്. ഇതാ കർത്താവ് തകർന്നതും തകർക്കപ്പെട്ടതും, കർത്താവ് സ്വയം പീഡിപ്പിക്കപ്പെടാൻ അനുവദിച്ചതും, സ്വയം മുറിയപ്പെടാനും തകർക്കപ്പെടാനൊക്കെ അനുവദിച്ചത് നാം തകർക്കപ്പെടാതിരിക്കാൻ, നാം മുറിവേറ്റവരായി ജീവിക്കാതിരിക്കാൻ, നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ സങ്കടങ്ങളിലും നിരാശകളിലേക്കും ആകുലതകളിലേക്കൊന്നും നാം വഴുതി വീഴാതിരിക്കാനാണ് അവൻ തൻ്റെ സകല സഹനങ്ങളും എനിക്കും നിനക്കും വേണ്ടി സന്തോഷത്തോടെ കാൽവരി കുരിശോളം ഏറ്റെടുത്തത്. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. ആ സ്നേഹത്തിൽ നമ്മോടുള്ള സഹനം, ആ സഹനം വെളിപ്പെടുത്തിയത് കാൽവരി കുരിശിൽ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ സഹനത്തോട് ചേർന്നുള്ള സ്നേഹത്തിന് ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നീ എത്രയധികമായി സഹിച്ചുവെന്ന് ഈശോ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമായിരുന്നല്ലോ. ഈശോയെ, നിന്റെ സ്നേഹത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയാ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയാ. ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീർന്നിടാ.
തീരാ ഈശോയേ, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മക്കളെ, കരങ്ങൾ മാറോട് തന്നെ ചേർന്നിരിക്കട്ടെ. കർത്താവ് ബലിയായി തീർന്നത് കാൽവരി കുരിശിൽ തൻ്റെ ജീവിതം ബലിയായി സമർപ്പിച്ചത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനു വേണ്ടി നമ്മുടെ ജീവിതം ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ വേണ്ടി ഈ ജീവിതം ബലിയായി നൽകാൻ വേണ്ടിയിട്ട് കർത്താവ് ബലിയായി തീർന്നത്. ഇതാ ആ സ്നേഹം പൂർണ്ണത പ്രാപിച്ചത് കാൽവരി കുരിശിൽ അവൻ്റെ ബലിയിലാണല്ലോ. സ്നേഹം നമ്മളിലും പൂർണ്ണത പ്രാപിക്കുന്നത് നമ്മൾ ബലിയായി തീരാൻ തയ്യാറാകുമ്പോഴാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം ബലിയായി തീരുന്നിടത്താണ് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ സ്വന്തമാക്കുന്നത്. ഒരു കർത്താവെ, ബോധപൂർവം സഹനങ്ങളേറ്റെടുക്കാൻ, ബോധപൂർവം എളിമപ്പെടാൻ, ബോധപൂർവം ക്ഷമിക്കാൻ, ബോധപൂർവം സ്നേഹിക്കാൻ, ബോധപൂർവം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ബോധപൂർവം മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാൻ, കരുണ കാണിക്കാൻ, ദയ കാണിക്കാൻ, ദൈവമേ നിന്റെ സ്നേഹത്താൽ നീ എന്നെ പൊതിയണമേ. പരിശുദ്ധ സ്നേഹത്താൽ എന്നെ നീ പൊതിയണമേ. അങ്ങനെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അപ്പമായി തീർന്നവനാണല്ലോ നീ. ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അപ്പമായി തീർന്നവനാണല്ലോ നീ. കർത്താവേ, നിന്റെ സ്നേഹത്തിനിതാ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ചോര ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ. ഉദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിക്കാം. ഇതൊരു സമർപ്പണത്തിൻ്റെ നിമിഷങ്ങളായിട്ട് മാറട്ടെ. കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹത്തിനും കരുണയ്ക്കൊക്കെ പ്രത്യുത്തരം നൽകേണ്ടവരല്ലേ നമ്മൾ? കർത്താവിൻ്റെ സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ആത്മവഞ്ചകരല്ലേ? അത്രമാത്രം സ്നേഹം അറിഞ്ഞിട്ടും അത്രമാത്രം സ്നേഹം അനുഭവിച്ചിട്ടും ഒരല്പം പോലും തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തവരായി നമ്മൾ മാറുമ്പോൾ എത്ര കണ്ട് സങ്കുചിതമാണ് നമ്മുടെയൊക്കെ ജീവിതം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം
അതിൻ്റെ 43 മുതലുള്ള വചനങ്ങൾ ഹൃദയത്തിൽ ഇപ്പോൾ എഴുതിയിട്ട് ആ സ്നേഹത്തെ പ്രതി പ്രത്യുത്തരം കൊടുക്കേണ്ട വിഷയങ്ങളാണ്. വചനം പറയാണ്, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ കേൾക്കുക മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത്? അയൽക്കാരനെ സ്നേഹിക്കുക, നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നവരോട് നന്നായിട്ട് പെരുമാറുക, നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കേൾക്കുക മാത്രമല്ല, ഇതാണ് നമ്മുടെ ജീവിതചര്യ, നമ്മുടെ ശൈലി ഒക്കെ ഇങ്ങനെ തന്നെയാണ്. വചനം പറയാണ്, അയൽക്കാരെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈശോയെ പറയുന്നത്, ഈശോയ്ക്ക് പറയാൻ എന്തുകൊണ്ട് അധികാരമുണ്ട്? കാരണം ഈശോ ശത്രുക്കളെ സ്നേഹിച്ചവനും തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കാൽവരി കുരിശിൽ തൻ്റെ ബലി പൂർത്തീകരണത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും, തീവ്രവേദനയുടെ നടുവിൽ പോലും ഈശോ പ്രാർത്ഥിച്ചവനാണ്. ഈശോയ്ക്ക് പറയാൻ അധികാരമുണ്ട്. ഈ അധികാരം നമുക്കുണ്ടോ എന്നുള്ളതാണ്. ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാത്മീയ കരുത്ത്. നമ്മെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി, നമ്മളെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞു വരുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ചെയ്താലുണ്ടല്ലോ, 45-ാമത്തെ വചനം പറയുന്നത് എന്നാണെന്നറിയാമോ? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുന്നത് അപ്പൻ്റെ സ്നേഹം അറിഞ്ഞവരല്ലേ? ആ സ്നേഹം അറിഞ്ഞ് സ്നേഹം വലയത്തിലായിരിക്കുമ്പോൾ നമ്മൾ അപ്പൻ്റെ മക്കളായിട്ട് തന്നെ തീരും. ഇതിന് കൂട്ടിച്ചേർക്കുകയാണ് 46 മുതലുള്ള വചനങ്ങൾ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ എന്തില്? സ്നേഹത്തിൽ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ. സ്നേഹത്തിൽ പൂർണ്ണരായിരിക്കുവിൻ. ഇത് കേൾക്കുന്ന അത്ര എളുപ്പമല്ല ജീവിതത്തിലേക്ക് എടുക്കാൻ. ഈ വിഷയം ജീവിതത്തിലേക്ക് പലപ്പോഴും എടുക്കാൻ പറ്റാത്തതിന് കാരണം ഒത്തിരി ആലോചിച്ചിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ചിലരോടൊന്ന് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റാത്തതിന് കാരണം ഈ സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടാണ്. ഈ പരിശുദ്ധമായ സ്നേഹത്തെ നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ വിട്ടുകൊടുക്കാൻ തുടങ്ങും, എളിമപ്പെടാൻ തുടങ്ങും, ക്ഷമിക്കാൻ തുടങ്ങും, സ്നേഹിക്കാൻ തുടങ്ങും. ഇന്നോളം നമ്മൾ കണ്ടിട്ടുള്ള അനേകം ജീവിതങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള തേജോവികാരം ഈ സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. മക്കളെ, പ്രാർത്ഥിക്കേ, ഈ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് നീ എന്നെ കൈപിടിച്ചുയർത്തണമേ. ഇപ്പോഴും ശത്രുതയുടെ മനോഭാവം മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ടാകാം. ഇപ്പോഴും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്ത മക്കൾ ഇതിനകത്തുണ്ടാകും. ഇപ്പോഴും ചിലതൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റാതെ ആ വെറുപ്പിലും ദേഷ്യത്തിലും വൈരാഗ്യത്തിലും പകയിലൊക്കെ ആയി കഴിയുന്നവരുണ്ടാകാം. മക്കളെ, ഈ ലോകത്തിൽ നമ്മൾ ആർക്കും ശത്രുക്കളല്ല, ആരും നമ്മുടെയും ശത്രുക്കളല്ല. നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, ആത്മീയ ലോകത്തിൻ്റെ ശത്രു, പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന അപുരാതന ശത്രു. വേറെ ശത്രുവില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിളി. ഇതാണ് ജീവിതത്തിൻ്റെ അത്യന്തികമായ വിളി. ഈ വിളി മറന്നുപോയ അനുഭവങ്ങളെ ഓർത്തൊന്ന് മാപ്പ് ചോദിക്കാമോ? ക്ഷമിക്കാനുള്ള കൃപ തരാൻ പറ. വെറുപ്പിലും വിദ്വേഷത്തിലൊക്കെ മനസ്സ് ഇപ്പോഴും കിടപ്പുണ്ടോ? ആരോടെങ്കിലൊക്കെ ഇപ്പോഴും മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ നീറി പുകയുന്നുണ്ട്. അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് മുഖത്ത് നോക്കാൻ പോലും പറ്റണില്ല. എന്തോ ഉള്ളിൽ ഒരു ദൈവസ്നേഹത്തിൻ്റെ വികാരങ്ങളല്ല പൊട്ടിപ്പുറപ്പെടുന്നതെങ്കിൽ കർത്താവിനോട് പറ, ഈശോയെ, നിന്റെ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മനസ്സിനെ നീ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മനസാക്ഷിയെ നീ എൻ്റെ വികാരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്
താഴ്ന്ന സ്വരത്തിൽ കർത്താവിനൊന്ന് സ്തുതിക്കുക. എന്തിനാണെന്നറിയാവോ? ഈ സ്നേഹത്തിൽ നീ നിറയാൻ. അപ്പോൾ നിന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, നിന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാൻ പറ്റും, നിന്നെ ഇന്നോളം തള്ളിക്കളഞ്ഞവരെ ചേർത്ത് പിടിക്കാൻ പറ്റും. ഏതെല്ലാം രീതിയിൽ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ, വഞ്ചിച്ചവരെ, ചതിച്ചവരെ ഒക്കെ അവരെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ പറ്റും. മക്കളെ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ തീരുമാനമെടുക്ക്. ക്ഷമിക്കാനുള്ള ബലം കിട്ടുന്നപ്പോഴാണെന്നറിയാവോ? ആ വ്യക്തികളെ കർത്താവിന് കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പൂർണ്ണമായ ക്ഷമയിലേക്ക് ഒരു ദൈവ പൈതലിന് വളരാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു കൃപ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ ഈ മക്കളെ നിറയ്ക്കണമേ. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, പകയുടെ, അഹന്തയുടെ, അഹങ്കാരത്തിന്റെ, സ്വാർത്ഥതയുടെ എല്ലാ കെട്ടുകൾ അഴിഞ്ഞുപോൾ. നിത്യനാശത്തിന്റെ തീരുമാനങ്ങൾ എനിക്കല്ല എൻ്റെ സോദരർക്കാ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കുരിശേന്തി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എനിക്കില്ല സ്വന്തമായി നേടുവാനൊന്നും, അവർക്കായി ഞാനിതാ യാചിക്കുന്നു. എനിക്കല്ല എൻ്റെ സോദരർക്കാ എന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുരിശേന്തി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. സഹനമെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ. എനിക്കില്ല സ്വന്തമായി നേടുവാനൊന്നും, അവർക്കായി ഞാനിതാ യാചിക്കുന്നു. അവർക്കായി ഞാനിതാ യാചിക്കുന്നു. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ഈ സ്നേഹം ഇതാ നമ്മെ ആശീർവദിക്കുന്ന നിമിഷമാണ്. ഈ സ്നേഹത്തിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ആ സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.